വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ നമുക്ക് ഫോട്ടോ തേക്കാട്ടോ. മണിക്ക് സ്റ്റാർട്ട് ആവും. ഇനി നമുക്ക് അടുത്തത് നമുക്ക് കണ്ണെഴുതി വെക്കാട്ടെ. തേക്കാട്ടോ. നമുക്ക് പൊട്ടും കുത്താം, അല്ലെങ്കിൽ കേട്ടോ. കണ്ണ് എഴുതിയിട്ടുണ്ട്, പൊട്ടും കുത്തിയിട്ടുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക് തേക്കാം. ഇതാണ് ഞാൻ തേക്കുന്ന ലിപ്സ്റ്റിക്. അതുപോലെയാണ് തേക്കാം. ലിപ്സ്റ്റിക് തേച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഹെയർ സ്റ്റൈലാണ് കേട്ടോ. എൻ്റെ മമ്മി തലയിൽ തന്നെ തലയിൽ കിട്ടിയിട്ടാണ് മമ്മി തലയിൽ കെട്ടാൻ ഇരിക്കുവാണ്. അപ്പം ഗൈസ്, ഞാൻ കുളിച്ച് റെഡിയായി വന്നു. ഇപ്പം ഞാൻ ക്രീമൊക്കെ തേച്ച് റെഡിയാക്കുക. ദിയ റെഡിയായി ഇപ്പം മാല ഇട്ടിട്ടേക്കുക. ഞാനും അവളും ഇപ്പം റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളുടെ രണ്ടുപേർക്കുടെ ഔട്ട്ഫിറ്റ് കാട്ടാം. ആദ്യം ദിയയുടെ കാട്ടാം കേട്ടോ. അപ്പം ഇതാണ് അവളുടെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ലിഫ്റ്റിലേക്ക് കയറി കേട്ടോ, ഗുരുവായൂരിലേക്ക് പോകാനായിട്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പം താഴേന്ന് നടന്നു പോയോണ്ടിരിക്കും കേട്ടോ. ഒരു കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ആ അമ്പലം എത്തും കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് അകത്ത് കയറി പോവാം. അപ്പം ഞാനങ്ങനെ പോയോണ്ടിരിക്കും കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗുരുവായൂരിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ആരൊക്കെ പോയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് എൻട്രൻസ്. ഭയങ്കര റഷാണ് ഗൈസ്. അപ്പം ഗൈസ്, നമ്മൾ മെയിനായിട്ട് ഒരു കാര്യം തന്നെ പറയാൻ വിട്ടു കേട്ടോ. അപ്പം ഞങ്ങളിവിടെ എന്തിനാ വന്നതെന്ന് അറിയണ്ടേ. ഞങ്ങളുടെ ചിക്കമ്മയുടെ ക്ലാസിക്കലിലെ അരങ്ങേറ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് കേട്ടോ ഗൈസ്. നമുക്ക് അകത്ത് കൊണ്ടുപോകാനായിട്ടും പൂജയ്ക്കും അതിനുമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം. അപ്പം ഗൈസ്, ഇത് മൊത്തം സാരിയും അതും ഇതുമായിട്ട് നമുക്ക് ഡ്രസ് കോഡ് ആവട്ടെ, കളിക്കുന്ന സാധനങ്ങളാവട്ടെ, സ്വീറ്റ്സ് ആവട്ടെ, എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അമ്പലത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആ ഫ്രണ്ടിൽ പോണ പിങ്ക് ഡ്രസ്സ് ഇട്ട ആള്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്ന് വെച്ചാൽ ഡാൻസിൻ്റെ ടൈം ആവണ വരെ വെറുതെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയി കറങ്ങിയിട്ടൊക്കെയാണ് വന്നേട്ടോ. ഇതാ അവിടെ കണ്ടോ ഈ ഒരു സ്റ്റേജ്. അപ്പോൾ ഗൈസ്, എല്ലാവരും പൂജയ്ക്ക് പോകാനായിട്ടാണ് ഇത്രയും വലിയ ലൈനൊക്കെ ആക്കി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ധാരാളം കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചിക്കമ്മ ഇനിയും വന്നിട്ടില്ല. അപ്പം നല്ല രസം കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. കണ്ടോ എത്ര പേരാണ് അവിടെ. അപ്പം ചിക്കമ്മയുടെ പ്രോഗ്രാം വരുന്നത് 2 മണിക്കായിട്ടാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കാനായിട്ട് പ്ലേസ് കിട്ടണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ പോവുകയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അകത്തേക്ക്. അപ്പം ആൾക്കാരൊക്കെ നേരത്തെ തന്നെ വന്ന് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നോക്കണം, ആൾക്കാർ എൻച്ച് പോകുന്നവരും ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേജ് കാണണ്ടേ. ഇപ്പം സ്റ്റേജ് കാട്ടാവേ, അടിപൊളി. അപ്പോൾ ഒരു പ്രോഗ്രാം തുടങ്ങും. ഒരെണ്ണം തീർന്നു. അയ്യോ സോറി ഗൈസ്, എനിക്ക് തെറ്റിപ്പോയത്. ഇത് ഞങ്ങളുടെ ചിക്കമ്മയുടെ അരങ്ങേറ്റമാണ് കേട്ടോ. അതായത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തത് ലേറ്റായി. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അപ്പോൾ ഗൈസ് നടക്കായിട്ട് നിൽക്കണമെന്നാണ് എൻ്റെ ചിക്കമ്മ. മഞ്ഞയും റെഡും അങ്ങനത്തെ ഒരു കളറ് നടക്ക് നിൽക്കുന്നതാണ് കേട്ടോ ചിക്കമ്മ. ഇത് ഫസ്റ്റ് സോങ്ങാണ് അരങ്ങേറ്റത്തിൻ്റെ. ഇനിയും കുറേ സോങ് ഉണ്ട് കേട്ടോ. എത്ര 3-4 സോങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ആദ്യത്തെ ഡാൻസ്. നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.